ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിതാവ്, നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തെ കർത്താവ്, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ കർത്താവ്, ഈ പറയുന്ന വചനം കർത്താവ് എല്ലാവരിലേക്ക് എത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവിന്റെ വചനത്തിന് ശക്തി എല്ലാവർക്കും കൊടുക്കുന്നതിനോർത്ത് കർത്താവ് കർത്താവ് പരിശുദ്ധാത്മ അഭിഷേകം എല്ലാവരേക്കും കൊടുക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ്, ഞാൻ ആയിരിക്കുന്ന UK വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ അതേപോലെ തന്നെ വേൾഡ് പീസിന് വേണ്ടി കർത്താവ്, ലോക സമാധാനത്തിന് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ്, കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനോർത്ത് നന്ദി പറയുക. ദൈവവചനം അനേകരിലേക്ക് എത്താനുള്ള കൃപ കൊടുക്കുന്നതിനോർത്ത്, ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ അനേകം പേര് കർത്താവിനെ അറിയാനുള്ള കൃപ കൊടുക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നിശ്ചയമായിട്ടും ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ട് പാടിയിട്ട് കർത്താവിന്റെ വചനത്തേക്ക് വരാനായിട്ടായിരിക്കും. ഉന്നതന്നെ അത്യുന്നതന്നെ അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതന്നെ അത്യുന്നതന്നെ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. ഉന്നതന്നെ അത്യുന്നതന്നെ അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രം ദൈവമെന്നും. 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 താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് വേദിയല്ല ആദിയല്ല തൻ കയ്യിലെന്നോർത്ത എത്ര ധന്യമേ ഈ ലോക ജീവിതം. എത്ര ധന്യമേ ഈ ലോക ജീവിതം. Praise the Lord. Hallelujah. Glory be to God. നമുക്ക് കർത്താവിന്റെ വചനത്തേക്ക് വരാം. കർത്താവിന്റെ വചനം പറയുമ്പോൾ തന്നെ അനേകം ആൾക്കാരിലേക്ക് ദൈവവചനത്തിന് ശക്തി ചെല്ലുവാനായിട്ട് പറയാം. കർത്താവിന്റെ വചനത്തിലാണ് നമ്മൾ കർത്താവിന്റെ വചനത്തില് വചനം ഉപയോഗിക്കുമ്പോൾ അന്ധകാര ശക്തിയെല്ലാം വിട്ടുകൂടും. അന്ധകാര ശക്തിയുടെ പരിപാടി അതാണ്. ആരൊക്കെ കർത്താവിന്റെ വചനം ഉപയോഗിക്കുന്നുണ്ടോ അവിടെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്. ഹല്ലേലൂയ. എത്ര ബുദ്ധിമുട്ട് ഘട്ടങ്ങളിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ God bless you. Today's Malayalam message. Okay, Thomas Matthew, God bless you. Mini Reggie, God bless you. Stefan, Cecilia, God bless you, everybody. Okay, you can send your prayer request. We'll pray for you. Okay, hallelujah. നമ്മൾ എവിടെ കർത്താവിന്റെ വചനം ഉപയോഗിക്കുന്നുണ്ടോ അവിടെ പിശാചിനെ അടുക്കാൻ പറ്റത്തില്ല. നമുക്കെതിരെയുള്ള എന്ത് വിച്ച്ക്രാഫ്റ്റ് അന്ധകാര ശക്തികളും വിട്ടു മാറിപ്പോകും. ഇന്ന് കർത്താവിന്റെ വചനം പറയാൻ ചെയ്യുന്നത് റോമക്കർ ലേഖനം 1:16 പറയുന്നത്, ബുക്ക് ഓഫ് റോമൻ ചാപ്റ്റർ 1:16. ഇതിൽ പറയുന്നത് പൗലോസ് പറയും എന്താണെന്ന് വെച്ചാൽ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. കർത്താവിന്റെ ശക്തി, ഈ അത്യന്ത ശക്തി അത് മൺകൂടാരങ്ങളിലാണ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളിപ്പം ഇന്ന് മരിച്ച് നാളെ ഈ മണ്ണോട് ചേരുന്ന ഈ ജഡത്തിലാണ് നമ്മുടെ ആത്മാവിനെ തന്നിരിക്കുന്നത്.
നമ്മളിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ജഡത്തിൽ മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എന്നിരുന്നിട്ട് കൂടിയും കർത്താവ് ഈ അത്യന്ത ശക്തി നമ്മളിലേക്ക് തന്നു. ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. പൗലോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് പൗലോസ് പറയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ ലജ്ജിക്കേണ്ട ആവശ്യമില്ല സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. അപ്പൊ ഒരു നാൾ ഞാൻ കർത്താവിന്റെ സഭയെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഈ സുവിശേഷത്തിന്റെ ശക്തി ഞാൻ അറിഞ്ഞു, അത്യന്ത ശക്തി അറിഞ്ഞു, സാധാരണ കോട്ടകളെ തകർക്കുന്ന ശക്തി അറിഞ്ഞു, എനിക്ക് വിജയം നൽകുന്ന ശക്തി അറിഞ്ഞു, എല്ലാ വിച്ച് മന്ത്രവാദ കൂടോത്രങ്ങളും തകർത്തെറിയുന്ന അത്യന്ത ശക്തിയുടെ ആ ശക്തിയും ബലവും ഞാൻ അറിഞ്ഞു. ക്രൈസ്തലോട്. അപ്പൊ പൗലോസ് പറയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരു കഷ്ടത്തിനോ ദുഃഖത്തിനോ ഒന്നും പറ്റത്തില്ല. അതൊന്നും വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും അത് ദൈവത്തിന്റെ ശക്തിയാണ്. പ്രൈസലോട്. ഹല്ലേലൂയ. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പ്രൈസലോട്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും, പ്രൈസലോട്, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ വചനം വായിക്കാനായിട്ട് യേശുക്രിസ്തു നാമത്തിൽ ഉത്സാഹിപ്പിക്കും. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ ഈ ദുഷ്ടാത്മ ശക്തിക്ക് നമ്മൾ പിടിച്ചു നിൽക്കാണ്ട് പറ്റത്തില്ല. ഇതല്ലോ. അപ്പൊ നമ്മൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഈ അന്ധകാര ശക്തിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചല്ലോ, ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരോട് ഭയങ്കര ദേഷ്യം. ഇതല്ലോ. എങ്ങനെയെങ്കിലും നമ്മൾ തുറക്കാൻ ശ്രമിക്കും. പക്ഷെ ബൈബിള് പറയുന്നു, നമ്മുടെ കണ്ണ് നമ്മുടെ ശത്രുക്കളെ കണ്ട് രസിക്കും. അവരെ വന്ന വഴി കൂടെ 100 വഴിയായിട്ട് ഓടും. നമുക്ക് എന്തെങ്കിലും പറ്റും? ഒന്നും പറ്റില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന വചനം ഇത് ജീവനുള്ള വചനമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തകർത്ത് ഇല്ലാതാക്കി അടിച്ച് തകർത്തില്ലാതാക്കുന്ന വചനമാണ് കർത്താവിന്. അതാണ് കർത്താവിന്റെ വചനം. അതാണ് പറയുന്നത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം അത് 45-ാം അധ്യായം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഏത് സമയം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യേശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്നതെന്ന് വെച്ചാല്, ഞാൻ തന്നെ 45-ാം അധ്യായം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45:2 ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദൂരഘടങ്ങളെ നിരപ്പാക്കിയും. കർത്താവിന്റെ വചനം പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് യേശുക്രിസ്തുവിന്റെ രക്ഷനായിട്ട് സ്വീകരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കിയും താമരവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ടിച്ച് കളയുകയും ചെയ്യും, ഇല്ലാതാക്കുക തന്നെ ചെയ്യും. നിനക്ക് മുമ്പായി വരുന്ന ശക്തി കളിക്കാൻ തകർത്ത് കളയും. അവർ നിന്നോട് ഏറ്റുമുട്ടും, പക്ഷെ വിജയിക്കത്തില്ല. ഫൈനൽ വിക്ടറി വിൽ ബി യുവേഴ്സ്. പ്രൈസ്. അതാണ് നമ്മുടെ അന്തിമ വിജയം. ദൈവത്തിന്റെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കർത്താവ് തരുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറയാണ്, യേശയ്യാപ്രവാചകന്റെ പുസ്തകം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45:3 ഇതിൽ പറഞ്ഞാല് 3-ാം വാക്യം പറഞ്ഞ്, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, പ്രൈസ് ലോർഡ്, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തരുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. പ്രൈസ് ലോർഡ്. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുകിയിരിക്കുന്നു. കർത്താവ് ഇതിന് പറയുന്നതെന്ന് വെച്ചാല്, കർത്താവ് നമ്മള് കർത്താവിന്റെ മുമ്പിൽ വിലയേറിയ വ്യക്തികളാണ്. കർത്താവിന് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന വ്യക്തികളാണ്. ഇന്ന് യേശുക്രിസ്തുവിന്റെ രക്ഷകനായിട്ട് നിങ്ങൾ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ, കർത്താവ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വിലമതിക്കുന്നു. കർത്താവ് നിങ്ങളെ വിലമതിക്കുന്ന വ്യക്തികളാണ്. കർത്താവ് നമുക്ക് അത്രമാത്രം വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ വിലയില്ലാത്തവരല്ല. നമ്മൾ ദൈവ മക്കളാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷനാണ് കർത്താവ് തന്നിരിക്കുന്നത് ദൈവവചനം പ്രസംഗിക്കാനായിട്ട്. ഇത്രമാത്രം ശക്തവും ഇത്രമാത്രം ഡീസന്റ് ആയതും ഇത്രമാത്രവും പ്രൈസിലോ ബലമുള്ളതുമായ ഒരു ഡെസിഗ്നേഷൻ ലോകത്തിൽ നമുക്കില്ല. പ്രൈസിലോ. Your designation is that one. This your designation from heaven. We are getting from heaven. Praise the Lord. When the time of you are born again, when the time of our born again, when we born again and when the time of taking back to water baptism, our God is giving this designation for you. Praise the Lord. That means
You will be the gospel preacher. Sometimes you will be an evangelist or teacher or pastor or missionary and apostle, praise the Lord, and prophet. In all these areas, our God has already given to you. Praise the Lord. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരാള് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ദൈവവചനം, അത് ശക്തമായ വചനമാണ്. ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് നമ്മളെ ഹെവൻലി അംബാസഡർ ആണ്. കർത്താവിന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുക. അത് ഈ അന്ധകാര ശക്തി പിടിക്കത്തില്ല. നമ്മൾ ഏതെങ്കിലും രീതി താർക്കാനായിട്ട് ശ്രമിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും രീതി നമ്മളെ താർക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമ്മുടെ കൂട്ടുകാർ വഴിയായിട്ട്, സഹോദരങ്ങൾ വഴിയായിട്ട്, നമ്മുടെ ചർച്ചിലെ ആൾക്കാർ വഴിയായിട്ട് ഭിന്നിപ്പുണ്ടാക്കി, ചിലപ്പോൾ കോർട്ട് കേസ് വഴിയായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കും ശക്തിയില്ല. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സംരക്ഷിച്ച് മഹത്വപ്പെടുത്തി, കർത്താവ് നമ്മളെ മഹത്വീകരിച്ച് വിജയം നൽകുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവ് അപ്പൊ പൗലോസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് വെച്ചാല്, ഫസ്റ്റ് കൊറിന്ത്യൻ ചാപ്റ്റർ 1:17 ഇതിൽ പറയുന്നത്, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം ഇതിൽ 17-ാം വാക്യം പറയുന്നത്, സ്നാനം കഴിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും സുവിശേഷം അറിയിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കൊടുക്കാൻ മാത്രമല്ല, സുവിശേഷം പറയുക തന്നെ ചെയ്യണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പോസ്റ്റ് ഇടുക മാത്രമല്ല, വാഗുകൊണ്ട് സുവിശേഷം പറയുക തന്നെ ചെയ്യണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെല്ലാം വാഗുകൊണ്ട് സുവിശേഷം പറഞ്ഞിരുന്നു. മേശമേൽ ശുശ്രൂഷിച്ച സ്റ്റെഫാനോസും ഫിലിപ്പോസും ഒക്കെ അവര് പിന്നെയും അവര് ശുശ്രൂഷ ലെവലിലേക്ക് വന്നു. നമ്മളെല്ലാവരും ട്രാക്ട് കൊടുക്കുന്നത് നല്ലത് തന്നെ, അത് സുവിശേഷം അറിയിക്കുന്നതാണ്. എങ്കിൽ തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ പറ്റി നമ്മൾ ചോദിച്ചന്വേഷിക്കണം. 1 to 1 ആയിട്ട് നമ്മളൊരു യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണം. യേശുക്രിസ്തു നിത്യരക്ഷയെക്കുറിച്ച് പറയണം. യേശുക്രിസ്തു നമുക്ക് രക്ഷ തരുമെന്ന് പറയണം. യേശുക്രിസ്തു നമുക്ക് നമ്മളെ വീണ്ടെടുക്കുമെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോ എന്റെ വീട്ടിൽ അവരെ വിശേഷം താഴെ വീട്ടുകാരും എന്നെ വിളിക്കാറ്, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടുകാർ. ആൻഡ് ഔട്ട് ഓഫ് ഫ്രം മൈ ഫാമിലി. അപ്പൊ ഞാൻ ഒരു മെസ്സേജ് എനിക്ക് വന്നു, എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര പേരോട് കർത്താവിന്റെ സുവിശേഷം പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് ചോദിച്ചു. പ്രൈസിലോ. എത്ര പേരോട് കർത്താവിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ, എത്ര പേര് നിങ്ങളെ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സത്യത്തിൽ കർത്താവിനെ ആരാധിക്കാറുണ്ട്? പ്രൈസിലോ. അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാൻ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസിലോ. അങ്ങനെ ബിംബങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് കളഞ്ഞ് ബിംബാരാധന മാറ്റി യേശുക്രിസ്തുവിനെ സത്യദൈവത്തെ ആത്മാവിൽ സത്യത്തിലും കർത്താവിനെ ആരാധിക്കാൻ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബിംബാരാധന വിട്ടുമാറി. പ്രൈസ് ലോർഡ്. ഈ കുർബാന നാടകവും, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഈ ബിംബത്തിന് മുമ്പിൽ പോയി നിൽക്കലും എല്ലാം വിട്ടുമാറി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്താവിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് സത്യസുവിശേഷം മറ്റുള്ളവർ പ്രസംഗിക്കാൻ വീട്ടിലുള്ളവരുടെയും പറഞ്ഞു. ആരും വിളിച്ചത്. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. അപ്പൊ ദിസ് ഈസ് മൈ ഡ്യൂട്ടി. യേശുക്രിസ്തുവിനോട് മാത്രമേ നിത്യരക്ഷയുള്ളൂ. യേശുക്രിസ്തുവിനോട് അല്ലാതെ ഒരു വ്യക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നതെന്ന് വീട്ടിലെല്ലാവരോടും ഞാൻ മെസ്സേജുകൾ അറിയിക്കുകയുണ്ടായി. അവരാരും വിളിക്കില്ല, എനിക്ക് ബാധിക്കുന്ന കാര്യം. ഇത് എന്റെ കാര്യം ഞാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. So this is the important one. Praise the Lord. We have to, whether people are hearing or not, based on that, we have to say the good news to each and every people. ഒരു നാള് ഒരു കർത്താവിനെ അറിയാൻ, കർത്താവിന്റെ വചനം ആരൊക്കെ കേട്ടിട്ടുണ്ടോ, ഈ വചനം ഫലമില്ലാതെ വരത്തില്ല. ഇന്നല്ലേ നാളെ ഒന്നെങ്കിൽ തകർച്ച വഴിയായിട്ട്, അല്ലെങ്കിൽ എന്തൊരു സാഹചര്യം വഴിയായിട്ട്. പൗലോസിക്ക് എങ്ങനെയാണ്? സാഹചര്യം വഴിയായിട്ട് കർത്താവിനെ അറിയാനുള്ളത്. പക്ഷെ കർത്താവിനെ അറിയും, പറഞ്ഞ വചനം അത് ഫലമില്ലാതെ തിരിച്ചു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ നമുക്ക് ഹല്ലേലൂയ പറയാം. Jeevanat Trani, God bless you. Okay, may God bless everybody. Okay. First Corinthians chapter 1:7, this Bible says, "For Christ did not send me to baptize." Paul was saying, but for what purpose Jesus Christ sent me to this world? Apostle Paul was saying, but to preach the gospel, not with wisdom of word. Praise the Lord. Hallelujah. അതാണ് നമ്മുടെ മനുഷ്യ ജ്ഞാനം കൊണ്ടല്ല, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് കർത്താവിന്റെ സത്യസുവിശേഷം മറ്റുള്ളവരോട് പ്രസംഗിക്കാനായിട്ടാണ്. ലെസ്റ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഷുഡ് ബി മെയ്ഡ് ഓഫ് നോ എഫക്റ്റ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം മറ്റുള്ളവർ പ്രസംഗിക്കാനാണ് കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത്. ഇന്ന് എവിടെയായിരുന്നാലും ദിവസവും നമ്മൾ എന്തെങ്കിലും വേണ്ടി കർത്താവിന് ചെയ്യണം. ഒന്നുമില്ല, പുറത്തു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, തുറന്നിട്ട് 10 ബൈബിളാക്യം പറഞ്ഞ എല്ലാവരോടും യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവം നമ്മൾ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മറ്റുള്ളവരുടെ സുവിശേഷം പറഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അത് കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യാനായിട്ട് ദൈവത്തെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ദിവസവും. കാരണം എന്താ വെച്ചാൽ കർത്താവ് നമ്മളെ രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവുമായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മുമ്പേ നമ്മൾ ജനമല്ലായിരുന്നു, ജാതികളായിരുന്നു. അതിൽ നിന്ന് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ സാങ്ക്ടിഫൈ ചെയ്തു, നമ്മളെ വീണ്ടെടുത്തു, സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തു, നമ്മളെ കർത്താവിന്റെ രാജ്യത്തിലാക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അന്യരോ, എഫെസ്യർ 2 പറയുന്നത്, ഇനി നമ്മൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളും അത്രേ. അത്രമാത്രം വലിയൊരു പൊസിഷനാണ് ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ശക്തമായ പൊസിഷൻ, വലിയ പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രാജീയ പൊസിഷനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഫിലിപ്പിയർ ലേഖനം 3-6 ബുക്ക് ഓഫ് ഫിലിപ്പിയൻ ചാപ്റ്റർ 3:6. ഇൻ ദിസ് ബൈബിൾ പൗലോസിനെ കുറിച്ച് പറയാണ്, ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല പ്രസംഗിക്കാനായിട്ട്. ഞാൻ എവിടെയെല്ലാം പ്രസംഗിച്ച എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളോട് പറയാം. പൗലോസ് പറയുന്നത് വെച്ചാൽ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച വ്യക്തിയാണ്. സ്റ്റെഫാനോസ് എല്ലാം കൊന്നു. ആദിമ സഭയെല്ലാം ഉപദ്രവിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ എങ്കിലും സഭയില്ലാതായോ? ഇല്ല. എവിടെയെല്ലാം അക്രമം ഉണ്ടായി, എവിടെയെല്ലാം കർത്താവിന്റെ അഭിഷേകത്തിനെ താഴ്ക്കാൻ ശ്രമിച്ചു, ശിഷ്യന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചോ, അവര് മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് ദൈവത്തെ ഭയപ്പെട്ടു. അതാണ് പറയുന്നത്. പത്രോസ് പറയുന്ന 4 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3-4 പറയുന്നത് വെച്ചാൽ എന്നുവെച്ചാൽ മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെടണം എന്ന് പത്രോസ് യോഹന്നാനെ കുറിച്ചു. അതുകൊണ്ട് അവര് വീണ്ടും ശക്തിയോടെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. തുടർമാനമായിട്ട് നമുക്കറിയാം, മേശമേൽ ശുശ്രൂഷിച്ച് ആ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ച പൗലോസ്, സ്തെഫാനോസും ഫിലിപ്പോസും ആൾക്കാരെ അപ്പോസ്തലന്മാരെ കൈവെപ്പിനാൽ കർത്താവിന് വേലക്കായിട്ട് നിയോഗിച്ചു. പൗലോസ് പീഡിപ്പിക്കാൻ. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന പീഡനമുണ്ട്, അന്ധകാഴ്ച ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പോവാം, നിങ്ങളുടെ ബിസിനസ് മൊത്തം തകരും, ഒന്നുമില്ലാതെയാ, സീറോയിൽ. പക്ഷെ അവിടെയും കർത്താവ് നമ്മളെ പരിപാലിക്കും. അതാണ് എനിക്ക് നമ്മളോട് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവവചനം നമ്മൾ പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏതൊക്കെ മേഖല പിശാചിനെ താർക്കാൻ ശ്രമിക്കും, അതെല്ലാം തകർന്നു. ഇപ്പൊ നമുക്ക് വിസയുടെ മേലാണെങ്കിലും നമ്മൾ പോയി നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന സോൾസെറ്റ് വഴിയായിട്ട്, അഡ്വക്കറ്റ് വഴിയായിട്ട്, അവര് വഴിയായിട്ടില്ല, അവർ വേറെ ആളുമായിട്ട് പിശാച് പ്രവൃത്തിയൊന്നും ഇല്ലാതെ കളഞ്ഞു. പക്ഷെ എങ്കിലും അവരെ തകർത്തിട്ടാണെങ്കിലും, ഒന്നെങ്കിൽ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ടാണ്, അവരുമായിട്ട് ബന്ധപ്പെടുത്തിയ ആൾക്കാരെ അവരെ വായുന്ന നിലവിളി വരിപ്പിച്ചിട്ടാണെങ്കിൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. അതാണ് നമ്മുടെ ദൈവം. Praise the Lord. Hallelujah. He is our God. Our God is a mighty God. Our God is a miracle God. അതാണ് പറയുന്നത്. അവിടെ എസെക്കിയേൽ പറയുന്ന പുസ്തകം 37 പറയുന്നത്, ശവക്കല്ലറ തുറന്ന് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരും. അതാണ് നമ്മുടെ ദൈവം. കർത്താവിനെ ആശ്രയിക്കുന്ന ആൾക്കാരെ കർത്താവ് ലജ്ജിക്കാൻ ഇടവരുത്തത്തില്ല. ശവക്കല്ലറ തുറന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ അല്പം ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കെതിരെ അല്പം തടിയും വണ്ണം ഉണ്ടെന്ന് അവരെ കണ്ണുവിട്ടെന്ന് വിചാരിച്ച് അവരെ തൊലിക്കെട്ടിയും കണ്ട് നമ്മളെ പേടിക്കാനായിട്ട് പോകണം. അതൊക്കെ ഇന്നല്ല ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അതൊക്കെ വീണ് ഒന്നുമില്ലാതെ മണ്ണോട് ഒന്ന് മണ്ണായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അത്യന്ത ശക്തിയും കരുതലും നമ്മളെ ഡിക്ലെയർ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതാണ് സങ്കീർത്തന പുസ്തകം 91 സങ്കീർത്തനം പറയുന്നത്. നമുക്ക് ചാപ്റ്റർ 91 അത് ബൈബിളിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് കർത്താവ്, നീ എന്നെ വിളിച്ച് ഞാൻ നിനക്ക് ഉത്തരം വരളും, പക്ഷേ കഷ്ടകാലത്ത് ഞാൻ നിന്നോട് ചേർന്നിരിക്കും, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, ശക്തീകരിക്കും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദീർഘായുസ്സുകൊണ്ട് കർത്താവ് നമ്മളെ സംതൃപ്തി വരുത്തും. കർത്താവിന്റെ രക്ഷ നമ്മളെ കാണിച്ചു തരും. കർത്താവ് എല്ലാ കഷ്ടതകളും നമ്മളെ വിടിപ്പിക്കും എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ ദൈവമക്കൾക്ക് കഷ്ടമുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് കഷ്ടമുണ്ടെന്ന് വിചാരിച്ച് കർത്താവിന്റെ വചനം വിട്ടിട്ട് പോകരുത്. കഷ്ടമുണ്ടോന്ന് വിചാരിച്ച് നമ്മൾ ഈ കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കണം. കർത്താവിന്റെ വചനം വിട്ട് ഓടരുത്. ഈ ദൈവം ഇന്നലെ പ്രസംഗിച്ച ദൈവത്തെ ഇന്നും പ്രസംഗിക്കാം, നാളെയും പ്രസംഗിക്കാം. കാരണം ഇതാണ് സത്യം, വചനമാണ് സത്യം. ഈ കൈകൊണ്ട് ഉണ്ടാക്കിയ കുത്തുവിഗ്രഹമല്ല സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാടകങ്ങളി അല്ല സത്യം. ആ നാടകങ്ങളി ഒന്നും അല്ല സത്യം. നേർച്ചയിടലും ഈ കൊന്തയിലും കുന്തിരിക്കുള്ള ഒഫീസിലും ഈ നാടൻകളി അല്ല സത്യം. സത്യ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരെ പ്രഘോഷിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഹോസ്പിറ്റൽ ട്രാക്ട് കൊടുത്ത് ബൈബിൾ കൊടുത്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷ എല്ലാവരും പ്രസംഗിക്കുക എന്നതാണ്. അതാണ് സത്യം. അല്ലാത്ത എന്തൊക്കെ നാടകങ്ങളിയുണ്ട്.
അതെല്ലാം സത്യം, അതൊന്നും സത്യമല്ല. അതൊക്കെ അന്ധകാശത്തിൽ നിന്ന് വരുന്നു, അതൊക്കെ പിശാചിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അതാണ് യേശു ശമരിസ്ത്രീയോട് പറഞ്ഞത്, ഈ വചനം സത്യമാണ്. അതുകൊണ്ട് അപ്പം കർത്താവ് ശമരിസ്ത്രീയോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് എന്നെ യേശു ദൈവത്തെ ആരാധിക്കേണ്ടത് അത് ആത്മാവിലും സത്യത്തിലുമാണ് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിന് സത്യത്തിലുമാണ് കർത്താവിനെ ആരാധിക്കേണ്ടത് എന്ന് യേശുക്രിസ്തു സമരസ്ത്രീയോട് പറഞ്ഞു. ആ സമര പട്ടണം മൊത്തം കർത്താവിനെ അറിഞ്ഞ് ഇളകി മറിഞ്ഞു. അവരെല്ലാം കർത്താവിനെ അറിഞ്ഞു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ, സമരിയ സ്ത്രീ, ആ കർത്താവിന്റെ വചനം ആ ടൗണിൽ പോയി പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞ കാര്യം വിശ്വസിച്ചു. ഇന്ന് ഈ ബൈബിളിൽ പറഞ്ഞ കാര്യം വിശ്വസിക്കണം. ഇന്ന് അനേകം ആൾക്കാർക്ക് ഈ ബൈബിളല്ല, സ്വന്തം കാര്യങ്ങൾ പറഞ്ഞു ഓടി നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എഴുതപ്പെട്ട വചനം പറയാതെ മറ്റുള്ളവർ പറഞ്ഞതും പള്ളിയിലച്ചന്മാര് പറഞ്ഞതും, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, വല്ലവരും പറയുന്നത് കേട്ടിങ്ങനെ ഓടി നടക്കും. അവർക്കും വചനം അറിയത്തില്ല, ഇവർക്കും അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്ന ആരും കുറ്റപ്പെടുത്തുവാൻ, വചനം വായിച്ച് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത് ശരിയാണോ നമ്മൾ നോക്കണം. എല്ലാവർക്കും ഒരേ ബൈബിൾ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം വേറെ സഭാ വിഭാഗത്തിൽപ്പെട്ട ഓരോ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വചനം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേദപുസ്തകം ഉണ്ടായിരിക്കണം. You should have the Bible, your own Bible. Praise the Lord. Your own Bible, that means you should have the copy of the Bible with you. Praise the Lord. Hallelujah. അത് ന്യൂ കിംഗ് ജെയിംസ് വേർഷൻ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, നമ്മളത് വായിക്കണം. ഈ ബൈബിൾ പറയുന്ന കാര്യമായിട്ട് ചർച്ച ചെയ്ത് നടക്കുന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കം ഔട്ട് ഫ്രം ദേർ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, അവിടുന്ന് പുറത്തിറങ്ങി വരണം. പ്രൈസല്ലോ. മറ്റുള്ളവർക്ക് കഞ്ഞി കുടിക്കാൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, സ്വന്തം അധ്വാനിച്ച് ജീവിക്കട്ടെ. പ്രൈസല്ലോ. കർത്താവിന്റെ വചനം പ്രസംഗിക്കാണ്ട് നിങ്ങൾ ഇറങ്ങണം. കർത്താവ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് എ എൻഡ് ടൈം റിവൈവൽ. ഈ കർത്താവിന്റെ അവസാന നാളത്തെ സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഇനി വലിയ ക്ഷാമങ്ങളും അതേപോലെ തന്നെ യുദ്ധങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക മേഖലെല്ലാം തകരും. അതേപോലെ തന്നെ കടഭാരങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവിന്റെ അഭിഷിക്തന്മാരെ കർത്താവ് സംരക്ഷിക്കണമെങ്കിൽ കർത്താവിന്റെ വചനത്താലെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പള്ളിയച്ചന്മാർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ എല്ലാവരും truth is make you free. Jabnit 20. Praise the Lord. God bless you. Praise the Lord. അല്ലെ ഫിലിപ്പിയൻ ചാപ്റ്റർ 3 വേഴ്സ് 7 പൗലോസ് പറയുവാണ്, കർത്താവിന് ഉല്ലാതെ ഒരു നാൾ പൗലോസ് അറിഞ്ഞു. പൗലോസിന്റെ മുമ്പത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് I would like to read in English also. ഫിലിപ്പിയൻ ചാപ്റ്റർ 3 വേഴ്സ് 6 മലയാളത്തിലും പറയാതെ ഇത് പറഞ്ഞ concerning zeal persecuted the church, concerning the righteousness which is in the law blameless. Verse 7 Bible is saying, but what things were gained to me, these I have counted loss for Christ. Praise the Lord. Hallelujah. Verses 8 Bible is saying, yet indeed I also count all things loss for the excellence of the knowledge of Christ Jesus, my God, my Lord, for whom I have suffered the loss of all things and count them as rubbish, that I may gain Christ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൗലോസ് പറയുന്നത് എന്താ വെച്ചാൽ, പൗലോസ് സഭയെ ഒത്തിരി പൗലോസ് പറഞ്ഞ ഫിലിപ്പിയൻ ചാപ്റ്റർ 3 വേഴ്സ് 6, 7, 8 പറയുന്നത് വെച്ചാൽ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനീതിയൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങളും ഈ മറ്റുള്ളവർ കണ്ണൂരിട്ടുന്നതും ചിലപ്പോൾ നമുക്ക് തലോ വീടൊന്നും കാണത്തില്ല, ഇറക്കി വിടുന്നതും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അവരിന്ന് ജീവിച്ച് നാളെ ഇവിടുന്ന് മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നിത്യ തേജസ്വനായിട്ട് വിളിച്ചിരിക്കുന്നു. അവര് നമ്മളെ ഉപദ്രവിക്കുന്ന മരിച്ചു പോയി കഴിഞ്ഞാൽ നിത്യ നരകത്തിലേക്കാണ് പോകും. നമുക്കോ ഒരു നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ 10, 30, 40 സെന്റ് സ്ഥലവോ കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലവോ കുറച്ച് ബംഗ്ലാവോ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല പറയും. അതൊരു മഴവെള്ളം വരുമ്പോൾ ഇടിച്ച് നേരം തുര പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മള് സത്യവചനം നമ്മളിലുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് കർത്താവ് ജീവനും ഭക്തിക്കുള്ളത് സകലതും കർത്താവ് തരും നമുക്ക് വേണ്ടി. കർത്താവിന്റെ മഹത്വത്തിൽ നിന്ന് അതാ ഫിലിപ്പിയൻ ലേഖനം പറയുന്നത്, ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശു നമ്മുടെ ആവശ്യങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ മഹത്വത്തിന്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശു നമുക്ക് തീർത്തു തരും, നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോകാനുള്ള വഴികൾ കർത്താവ് കാണിച്ചു തരും. നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ട വഴികൾ കാണിച്ചു തരും. നമുക്കറിയാം പഴയ നിയമത്തിൽ യാക്കോബ് കർത്താവിനെ വിശ്വസിച്ച് പഴയ നിയമത്തിലെ ആ ക്യാരക്ടേഴ്സിനെ മൊത്തം കർത്താവ് സംരക്ഷിച്ചു. കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് ഈ ദോഷം ചെയ്യാനായിട്ട് പോയി.
കള്ളക്കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കല്, വ്യാജ ആരോപണം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരും വ്യാജ ആരോപണം, കള്ളക്കേസുകളെല്ലാം കൊടുത്ത് ബുദ്ധിമുട്ടിച്ചിട്ട് കർത്താവ് അസുഖം കർത്താവ് രക്ഷിക്കണം എന്ന് കർത്താവ് ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കാതെ എങ്ങനെ കർത്താവിനെ രക്ഷിക്കാൻ പറ്റും? മറ്റുള്ളവരെ ഉപദ്രവിക്കണം, മറ്റുള്ളവർക്ക് കള്ളക്കേസ് കൊടുത്ത് നമ്മൾ പിൻവലിക്കണം, മറ്റുള്ളവരെ സുവിശേഷ പോലെ തടസ്സപ്പെടുത്തരുത്, മറ്റുള്ളവർക്ക് അപവാദം പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദൈവമേ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. ഒരിക്കലും കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കർത്താവിന് കമാൻഡ്മെന്റ് വിട്ടിട്ട് മാറത്തില്ല അദ്ദേഹത്തെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ നിരപ്പ് പ്രാപിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കെതിരായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം വിട്ടുമാറണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബൈ ദ ലോ ഇൻ ആക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യണം, അത് പ്രവൃത്തി തന്നെ ചെയ്തിട്ട് വിട്ടു മാറണം. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തി മറ്റുള്ളവർക്ക് എതിരായിട്ട് കേസ് കൊടുത്തിട്ട് അതൊക്കെ പിൻവലിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തോടൊപ്പം നിൽക്കണം. അപ്പൊ ദൈവത്തോടൊപ്പം നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോടൊപ്പം നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതാണ് കർത്താവ് പറയുന്നത് വെച്ചാൽ, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് കർത്താവ്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41, അത് 40 ദൈവം 10-13 10-13 വാക്യങ്ങൾ. ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്നെ സഹായിക്കും, എൻ്റെ വിജയകരമായ വല കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. തുടർന്ന് കർത്താൻ വചനം പറഞ്ഞ്, നിന്നോട് ഏറ്റുമുട്ടും ലഭിച്ചൊന്നുമില്ലാതെ തീരും. നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കുന്ന, നീ കണ്ടെത്തിയില്ല. നിന്നോട് പോരാടുന്നത് ശൂന്യരാകും. കർത്താവ് പറയും, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വല കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അവർ ഗോഡ് ഈസ് സെയിങ്, ഫിയർ നോട്ട്, I can able to help you in all the days of life. അതാണ് അപ്പോസ്തലൻ പോൾ. Our God was always helping Apostle Paul. Praise the Lord. Hallelujah. Apostle Paul, he was prosecuting the church of God one day. But one day when after that he himself came to know the power and the glory of God. Praise the Lord. After that he was preaching the gospel. Wherever persecution was happening, those cities, he started to preach the gospel to everybody. Praise the Lord. Hallelujah. In Jerusalem, Judea, Samaria, Macedonia, in Asia, praise the Lord, in all the places he was preaching this gospel. Praise the Lord. But why he could able to preach this gospel? Because Apostle Paul, he himself came to know the truth, the real truth. അതാണ് അപ്പോസ്തലൻ പോൾ കർത്താവിന്റെ സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ട് പൗലോസ് പിന്നെയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ഇടവന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദൈവം സത്യദൈവമാണ്, ഈ സുവിശേഷം സുവിശേഷമാണ്, ഈ സുവിശേഷത്തിൽ വിടുതലുണ്ട്, ഈ സുവിശേഷത്തിൽ രോഗസൗഖ്യമുണ്ട്, ഈ സുവിശേഷത്തിൽ മരിച്ചവരെ എഴുന്നേൽക്കും, ഈ സുവിശേഷത്തിൽ അസാധ്യങ്ങൾ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുഷ്ടം കെട്ടി ഈ ലോകത്തിൽ മാറ്റപ്പെടുന്ന മെഡിക്കൽ സയൻസ് പറഞ്ഞു കഴിഞ്ഞാലും യേശുക്രിസ്തുവിൽ ഡിക്ലെയർ ചെയ്യണം, ഞാൻ യേശുക്രിസ്തു ഞാനിപ്പെട്ട സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് ഈ കർത്താവിനെ പ്രഘോഷിക്കുമെന്ന് വാഗൊണ്ട് കർത്താവിന്റെ വചനം ഡിക്ലെയർ ചെയ്യും. നമ്മൾ കർത്താവിന്റെ വചനം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. ഈ വചനം എവിടെയൊക്കെ ചെല്ലും, നമ്മൾ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയെല്ലാം പോയിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള വചനമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവമക്കൾക്ക് ഇവിടെയും തകർച്ചയില്ല, ദൈവമക്കൾ തകരത്തില്ല. അതായത് വീണ്ടും നമ്മൾ തകർന്ന് അന്താഴ്ചയിൽ ചിന്തിച്ചാൽ വീണ്ടും നമ്മളെ വീണ്ടും വീണ്ടും നമ്മൾ പൊടി തട്ടി ഏൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാല്, ദൈവം നീതിമാനെ പരിചയം എന്നപോലെ സംരക്ഷിക്കും. നമ്മൾ കർത്താവിന്റെ നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവ് ഏത് സമയം സംരക്ഷിക്കും. സ്വർഗീയ ദൂതഗണങ്ങളെ സംരക്ഷിക്കും. എന്നോടൊപ്പം ദൂതഗണങ്ങൾ ഏത് സമയം എന്നോടൊപ്പം ഉണ്ട്. എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൂതഗണങ്ങൾ, ആൾക്കാർ കർത്താവ് സ്ട്രീറ്റിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാലും ദൂതഗണങ്ങൾ എന്നോടൊപ്പം. ആരെങ്കിലും എന്നെ ഉദ്ധരിക്കാൻ വന്ന കർത്താവ് അറിഞ്ഞിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ ഒരാളും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവവേലയിൽ നമ്മൾ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. അത് ഫിലിപ്പിയർ ലേഖനം 3:9 വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പിയൻ ചാപ്റ്റർ 3:10 ഇതിൽ പറഞ്ഞു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ശവറം നെണ്ണുന്നു. ഈ ലോകത്തിലെ കെട്ടിടങ്ങളും ഈ വരുമാനവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ തൊഴിലും പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ബാങ്ക് ബാലൻസും ഇതൊരു മഴവെള്ളം വരുമ്പോൾ ഒന്നുമില്ലാതെ പോവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് മറ്റുള്ളവരുടെ ഒന്നുമില്ലാത്ത ആൾക്കാരുടെ സഹായത്തിന് വേണ്ടി നമ്മൾ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പെരിഷബിൾ തിങ്സ് ആണ്. ഇതൊക്കെ ഇന്ന് നശിച്ചു പോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നുണ്ട് നാളെ നശിച്ചു പോകുന്നതാണ്. ഇതിന്റെ പുറകെ പോകരുത്. ഇതിന്റെ പുറകെ നമ്മൾ പോകരുത്. കാരണം കർത്താവിന്റെ വചനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവവചനം, പൗലോസ് അത്രമാത്രം ധനമുള്ള വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
പൗലോസ് ഒത്തിരി ധനമുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ പൗലോസ് പറയാണ്, അപ്പൊ ഇപ്പം യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവന്റെ അവന്റെ ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നുണ്ടെന്നു. പൗലോസിന് കപ്പലുണ്ടായിരുന്നു. അതെല്ലാം പൗലോസ് വെറും ചവറായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ധനവും സമ്പത്തും ഒന്നുമില്ല. ഒന്നും കർത്താവിന്റെ വചനത്തിനും കർത്താവിന്റെ ശക്തിയുടെ മുമ്പിൽ ഒന്നുമില്ല പ്രിയമുള്ളവർ. അതുകൊണ്ട് ദൈവവചനം എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ക്കെതിരെ ഒരു അന്ധകാര ശക്തിയുടെ ആയുധവും വലിക്കത്തില്ല. എത്രമാത്രം നിങ്ങളെ കൊലക്കേറി കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കും. ഞാൻ പറയും, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങൾക്ക് ഒരു പോംവഴി തരും. നിങ്ങൾക്ക് വേണ്ടി ഒരു കച്ചിത്തുരുമ്പ് കർത്താവ് വെക്കും രക്ഷപ്പെടാനായി. കാരണം നിങ്ങൾ എൻ്റെ നാമം എൻ്റെ നാമം നിങ്ങൾ നിഷേധിച്ചിട്ട്, അതുകൊണ്ട് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. വെളിപാട് ദിവസം 3:8 വാക്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ഞാൻ കൈവിടത്തില്ല. എൻ്റെ നാമത്തെ പ്രതി എൻ്റെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് കൈവിടത്തില്ല. കർത്താവിന്റെ വചനത്തിൽ വേണ്ടി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര കടഭാരമാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സൈന്യം നമ്മുടെ മേലെ എതിരെ സൈന്യം വന്നു കഴിഞ്ഞാലും ഒരു അഭിഷേകത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. അവരെ കർത്താവ് തകർക്കും, ഒന്നുമില്ലാതായിട്ട് മാറ്റും, ഈ ലോകത്തിൽ നിന്ന് മാറ്റും. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഫെലിസ്ത്യ സൈന്യം ഒന്നുമില്ലാതെ ചിതറിക്കപ്പെട്ടു, അതിന്റെ സേനാധിപൻ കൊല്ലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കർത്താവ് ഒരു അഭിഷേകത്തിന്റെ കയ്യാൽ വീര്യം പ്രവർത്തിക്കും കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാണെങ്കിൽ, കർത്താവിന്റെ വചനം മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കർത്താവ് സ്വർഗീയ ഗണങ്ങൾ നമ്മളെ നോട്ടോട്ട് സ്വർഗ രാജ്യം മൊത്തം നമ്മുടെ പോട്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ കർത്താവിന്റെ വചനം, കർത്താവിന്റെ നാമം മറ്റുള്ളവരോട് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പ്രൊട്ടക്ഷൻ തരും. ജോബിന്റെ ചുറ്റും കർത്താവ് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. ജോബിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അത് പറയാം, സാത്താൻ്റെ ഒരു പരാതിയാണ്. ജോബിന്റെ ചുറ്റും കർത്താവ് പരിചയമുണ്ടെന്ന പോലെ കർത്താവ് ഒരു ബൗണ്ടറി വെച്ചിരുന്നു, പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. ആ പ്രൊട്ടക്ഷൻ അത് തകർക്കാൻ അന്താശിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അനുമതിയോടെ തൊട്ടത് എങ്കിലും ജോബിന്റെ ആത്മാവിനെ തൊടാൻ കർത്താവ് അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞ ജോബ് കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. ഈ ദൈവത്തെ മഹത്വം കൊടുത്തു, ദൈവത്തെ ഉയർത്തി, ദൈവത്തെ ആരാധിച്ച് ജോബിന്റെ പുസ്തകം 42 അധ്യായത്തിൽ ഇരട്ടി കൊടുത്തു എന്ന് പറയുന്നു. നഷ്ടപ്പെട്ട മക്കളെ ഇരട്ടിയായിട്ട് കൊടുത്തു, സമ്പത്ത് ഇരട്ടിയായിട്ട് കൊടുത്തു. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ജോബിന് ഡബിൾ പോർഷൻ ഓഫ് അനോയിന്റിങ് ആൻഡ് എവറിത്തിങ്, ഫിസിക്കലി, സ്പിരിച്വലി ആൻഡ് ഫൈനാൻഷ്യലി. ഇതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരൊക്കെ കർത്താവിന്റെ വചനം എടുത്തിട്ട് അവഹേളിക്കപ്പെടുന്നുണ്ടോ? ഈ അവഹേളനം കുറച്ച് നാളേ ഉള്ളൂ. അതോർത്ത് കർത്താവ് സ്തോത്രം പറയും. അതോർത്ത് ദൈവവചനത്തോട് സ്തോത്രം പറഞ്ഞ് മുന്നോട്ട് പോകണം. കാരണം നമ്മൾ പ്രസംഗിക്കുന്നതാണ് സത്യവചനം. എഴുതപ്പെട്ട ബൈബിളാണ് സത്യവചനം. അതിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് നിൽക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി പൗലോസ് അറിഞ്ഞു. പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ചാപ്റ്റർ 1:16 പറഞ്ഞു കഴിഞ്ഞാൽ, ശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷക്കായി ദൈവശക്തിയാണെന്നല്ലോ. വഴി കൂടെ നടക്കുന്ന ആൾക്കാർക്കും, വീട്ടില്ലാതെ കിടക്കുന്ന ആൾക്കാർക്കും, ഒന്നുമില്ലാതെ തെണ്ടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് നമ്മൾ പറയുന്നു കർത്താവിന് മുമ്പേ ഒരു തെണ്ടി നടക്കുമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെല്ലാം കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവ മക്കളാണ് പ്രിയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം കർത്താവിന് വലിയൊരൊന്നോ ചെറിയൊരൊന്നോ വ്യത്യാസമില്ല. ദരിദ്ര കുപ്പയിൽ നിന്നെടുത്ത് രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ കസേര ഇരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ലോകക്കാരെ നോക്കി നമ്മളൊന്ന് വിറയ്ക്കോ പിടിക്കുകയൊന്നും ചെയ്യരുത്. ലോകക്കാരെ നോക്കി അയ്യോ അവരങ്ങനെയാണ്, അവരെ ശക്തി നോക്കി നമ്മൾ മേടിക്കരുത്. കാരണം ഞാൻ കർത്താവിന്റെ ശക്തിയെ നോക്കി, കർത്താവിന്റെ ബലമാണ് നമ്മൾ നോക്കുന്നത്. ഫറോയുടെ ശക്തി കണ്ടല്ല ഇസ്രായേൽ ജനം പേടിച്ചത്. അപ്പം കർത്താവിന്റെ ശക്തി കണ്ട ഇസ്രായേൽ ജനം പേടിക്കാൻ ഇടവന്നു. പ്രൈസ് ലോർഡ്. കാരണം വെച്ചാൽ അത്രമാത്രം ഫറോ പീഡിപ്പിക്കപ്പെട്ടു ദൈവശക്തിയുടെ മുമ്പിൽ. പ്രൈസ് ലോർഡ്. ലാസ്റ്റ് ഇസ്രായേൽ ജനത്തെ തകർക്കാനായിട്ട് ശ്രമിച്ച ഈ ദൈവം ആരെന്ന് ചോദിച്ച ഫറോ ഇസ്രായേൽ ജനം പിതാവായ ദൈവത്തിന്റെ കരങ്ങൾ ആദ്യജാതന്മാര് മൊത്തം കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ മോശയോട് അവരോടും പറയുന്നത്, നിങ്ങളുടെ ദൈവത്തോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര രാജകുമാരാണ് കർത്താവിന് മുമ്പിൽ ഒന്നുമില്ല. അവർ ഗോഡ് ഇസ് എ കിങ് ഓഫ് കിങ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടായിരിക്കും. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർക്കും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടായിരിക്കുന്നു. ഈ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതിഗതികൾ മാറും. അല്പം താമസിച്ച് കഴിഞ്ഞാലും ഒരു കുറച്ച് വർഷങ്ങൾ എടുത്താലും നമുക്ക് കർത്താവ് തന്ന വാഗ്ദത്തം കർത്താവ് പാലിക്കാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് വചനത്തിൽ നമ്മൾ മാറണം. നമ്മൾ നിൽക്കുന്നതാണ്
അത് ഒന്ന് ഉറച്ച നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ആ നിൽക്കുന്ന സ്ഥലമാണ് സത്യസ്ഥലം. അല്ലേ? അത് വിട്ട് മാറ്. എല്ലാവരും എതിരാവും, പക്ഷെ വിട്ട് മാറി അവരോട് പോയി പണി നോക്കാൻ പറയണം. നമ്മൾ വിശ്വസിക്കുന്ന സത്യവചനമാണ്. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സത്യവചനം. ദിസ് എ കമാൻഡ്മെന്റ് ഓഫ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയും മോൻ നോക്കാൻ പോകരുത്. ഹല്ലേലൂയ. ചിലപ്പോൾ ചേട്ടന്മാരെ അനിയന്മാരാണെങ്കിലും അവര് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊന്ന് സ്നേഹിക്കണം. ഒന്ന് വചനത്തെ പ്രതി വന്നു കഴിഞ്ഞാൽ പോയിട്ട് പണി സത്യവചനം വിട്ട് നമ്മൾ മാറരുത്. ഈ വചനം എവിടെ പ്രസംഗിക്കേണ്ട അത്ഭുതങ്ങളുണ്ട്, അടയാളമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. കാരണം ഈ വചനത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അതാണ് സത്യം. ഒരു വീണ്ടും പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അസുഖമുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. അസുഖമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനത്തിലൂടെ കർത്താവ് ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനം കർത്താവ് രാവിലെ UK സമയം രാവിലെ പ്രസംഗിക്കാൻ കർത്താവ് അതിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്തിന് ശക്തിയല്ല അല്ലെങ്കിൽ ചെല്ലുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ലജ്ജയില്ലാതെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യാനുള്ള കർവ് എല്ലാവരും കൊടുക്കണം കർത്താവ്. യേശുവിന്റെ നാമത്തെ കർത്താവ്, പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ കർത്താവിനെ കേൾക്കുന്ന ആൾക്കാരെ ഞാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ്. യേശുവിന്റെ തിരക്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എവിടേക്ക് അന്ധകാശിക്ക് ദൈവ കർത്താവിന്റെ അഭിഷേകത്തിന് കൈവച്ചിട്ടുണ്ടോ, യേശുവിന്റെ തിരക്തൊഴിച്ച് ഐ ബ്രേക്ക് ദ പവർ റൈറ്റ് നൗ in the name of Jesus Christ. I break that evil priest power right now in the name of Jesus Christ. I declare the healing right now. I declare the deliverance right now. I declare the breakthrough right now, in the financial breakthrough. യേശുവിന്റെ നാമത്തിൽ വിസകളെ സ്റ്റാബിങ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിസകൾ സ്റ്റാബിങ് വരട്ടെ. കോർട്ട് കേസുകൾ അത് അവന്റെ പവർ തന്നെ ഇല്ലാതാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവദാത്ത് കർത്താവിന്റെ അഭിഷേകത്തിനെ പീഡിപ്പിക്കുന്നവരുടെ കൈകൾ യേശുവിന്റെ നാമത്തിൽ ഫ്രീസിങ് ആകട്ടെ. കർത്താവിന്റെ വചനം തൊട്ട് മറ്റുള്ളവരിലേക്ക് കർത്താവ് UK വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂറോപ്പിനോട് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയ, നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക, ഓരോ രാജ്യത്തിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിമാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ വായിച്ചത് ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ്, ബ്ലസ്സി, പാസ്റ്റർ രാജൻ, മാണി, മിനി, രജി, മനീഷ്, ന്യൂ ഡേ, അനീഷ്, പോവിങ് കോഡ്, തോമൻ, സാംസൺ, ബ്ലസ്സി, ആൻഡ് ക്ലെയർ, രജി, മാത്യു, കർത്താവ് എല്ലാവർക്കും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരിലും കർത്താവിന്റെ വചനം എത്തട്ടെ. കർത്താവെ യേശുവിന്റെ നാമത്തിൽ പിതാവേ, മേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഈ വചനം ഷെയർ ചെയ്യണം. ദിവസം നമ്മൾ കർത്താവിന് വചനം ഷെയർ ചെയ്യണം. അനേകം കർത്താവിന് വചനം അറിയും. അങ്ങനെ നമ്മളെ കൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും.